ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം മഴക്കാലമൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ വീടുകളിൽ ഇരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലുണ്ട് കാപ്പിയിലൂടെയും ചായയിലൂടെയും ഒക്കെ ഒരു സ്നാക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് ഓണിയൻ പക്കോട. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ചെറിയ സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ കുറച്ചേ ഉള്ളൂ, ഒരു അല്ലി വെളുത്തുള്ളി. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയില ഇഷ്ടമല്ലെന്നുള്ളവർക്ക് കറിവേപ്പില ചേർക്കാം. മല്ലിയില നല്ല ടേസ്റ്റാണ് ചേർത്താൽ. പിന്നെ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇത് ചേർത്താൽ കളറും കൂടും, പെട്ടെന്ന് എരിവുമില്ല. അതിനുവേണ്ടിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്, അല്പം കായത്തിൻ്റെ പൊടി. പിന്നെ ഞാനിതിവിടെ ചെയ്യുന്നത് കടലമാവിലല്ല, ഗോതമ്പ് പൊടിയിലാണ് ഇതിവിടെ ചെയ്യുന്നത്. കടലമാവ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇത് നല്ലതായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി അല്പം റവയും ചേർക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. നമുക്കിത് കൈ വെച്ചു തന്നെ ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ നല്ലതായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ പിന്നെ മാവിന് നമുക്ക് വെള്ളം അധികം എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ഇങ്ങനെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയും റവയും ചേർക്കും. അപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ട് കുറഞ്ഞതൊരു 20-25 മിനിറ്റ് നല്ലതായിട്ട് മൂടി വെക്കണം, അടച്ച്. അത് കഴിയുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നല്ല ടേസ്റ്റായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂണ് റവ. ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നിങ്ങൾ ആവശ്യത്തിന് മാത്രം ചേർക്കുക. എന്നിട്ട് വീണ്ടും ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടി ഒരു 20-25 മിനിറ്റ് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എണ്ണയിൽ ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് 4 മണി കാപ്പിയിലൂടെ ചായയിലൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്.